ആരാധിച്ചിടാം കുമ്പിട്ടാരാധിച്ചിടാം ആരാധിക്കുമ്പോൾ ഗാനം പാടിടാം. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശ്വരീനെ ആരാധിക്കുന്നേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കാരുണ്യവാനായ കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിച്ച് സ്തുതിച്ച് മാത്രപ്രതി അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവത്തെ അറിയാത്തവർ സ്വതേ പോഷന്മാരാണെന്ന് ഇന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, അങ്ങയുടെ സൃഷ്ടി മാഹാത്മ്യത്തെ ഓർത്ത് ധ്യാനിക്കുന്നവർക്ക് അങ്ങേ അറിയാതെ ജീവിക്കുവാൻ സാധ്യമല്ലെന്ന് ഞങ്ങൾ അറിയുന്നു. കാരുണ്യവാനായ കർത്താവെ, ആകാശം അങ്ങയുടെ മഹത്വം പ്രഘോഷിക്കുന്നു, ഭൂമി അങ്ങയുടെ മഹത്വത്തെയും കരവേലയും വിളംബരം ചെയ്യുന്നു. പകലിനോട് അഭിരാമം സംസാരിക്കുന്നു, രാത്രി രാത്രിക്ക് വിജ്ഞാനം പകരുന്നുവെന്ന സങ്കീർത്തന വചനങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, അങ്ങയുടെ വിജ്ഞാന വചസ്സുകൾ ഭൂമിയിൽ എങ്ങും വ്യാപരിച്ചിരിക്കുന്നു. അങ്ങയുടെ വാക്കുകൾ ഭൂമിയുടെ അതിർത്തി വരെ എത്തുകയും ചെയ്യും. കാരുണ്യവാനായ കർത്താവെ, അങ്ങയുടെ സൃഷ്ടികൾ അങ്ങയുടെ മാഹാത്മ്യത്തെ വർണ്ണിക്കുമ്പോൾ ഞങ്ങൾക്കത് പ്രഘോഷിക്കാതിരിക്കുവാൻ സാധ്യമല്ല. ഇന്നത്തെ സുവിശേഷത്തിലൂടെ പ്രിയമുള്ളവരെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നോഹ എപ്രകാരം ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ പെട്ടകത്തിൽ കയറിയോ, ആ ദിവസങ്ങളിൽ പാപം ചെയ്തവർക്ക് സംഭവിച്ചതുപോലെയുള്ള സംഭവങ്ങൾ മനുഷ്യപുത്രൻ വരുമ്പോഴും സംഭവിക്കുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കും. അവർ വീട് പണിയുകയും വെക്കുകയും വിവാഹം കഴിയുകയും കഴിപ്പിക്കുകയും സുഖജീവിതം നയിക്കുകയും ചെയ്യും. സോദോം ഗൊമോറയിൽ ലോത്തിനെയും കുടുംബത്തെയും പ്രത്യേകമായി ദൈവം സംരക്ഷിച്ചു. ലോത്ത് സോദോം ഗൊമോറ വിട്ട ദിവസം അവിടെ തീയും അഗ്നിയും ഗന്ധകവും വരും. ജലപ്രളയത്താലും അഗ്നിയാലും നശിച്ച ജനതയെക്കുറിച്ച് ഞങ്ങളെ ഓർമ്മിപ്പിക്കുമ്പോൾ കാരുണ്യവാനായ കർത്താവെ, അങ്ങ് കടന്നു വരുമ്പോഴുണ്ടാകുന്ന സംഭവങ്ങളെക്കുറിച്ച് ഞങ്ങളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നുവല്ലോ. ഞങ്ങളുടെ ആത്മീയ ജീവിതം ജാഗ്രതയോടുകൂടി നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോത്തിൻ്റെയും സോദോം ഗൊമോറയിലെയും ജീവിതങ്ങൾ ഞങ്ങൾക്ക് പാഠമാകുവാനും നിനിവേ നിവാസികൾ അനുദപിച്ചതുപോലെ അനുദപിക്കുവാനും അങ്ങയുടെ വരവിനായി കാത്തിരിക്കുവാനും അങ്ങ് ഏൽപ്പിക്കുന്ന ദൗത്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണം. ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കാതെ ജീവിക്കുന്ന എല്ലാവരെയും ഇന്ന് ഞങ്ങൾ ഓർക്കും. മനുഷ്യൻ ഭക്ഷണത്തിന് വേണ്ടിയോ സമ്പത്തിന് വേണ്ടിയോ അല്ല, ആത്മാവിൻ്റെ രക്ഷയിലേക്ക് അവൻ കടന്നു വരുവണമെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, നിന്റെ കാരുണ്യവും സ്നേഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഡബ്ലിനിലെ വിശുദ്ധ ലോറൻസിൻ്റെ തിരുനാൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ രാജകുടുംബത്തിൽ ജനിച്ച ലോറൻസ് ആർച്ച് ബിഷപ്പായി നിയമിതനായപ്പോൾ സന്യാസ വസ്ത്രങ്ങളാണ് ധരിച്ചത്. 30 ദരിദ്രരെ ദിവസം പ്രതി സ്വന്തം മേശയിലിരുത്തി ഭക്ഷണം നൽകിയിരുന്ന ഒരു മെത്രാൻ. പൊതുസിനഹദോസിൽ പങ്കെടുപ്പിച്ച ആർച്ച് ബിഷപ്പ് അയർലൻഡിലെ പേപ്പർ പ്രതിനിധിയായും സേവനമനുഷ്ഠിച്ചിട്ടുള്ള ബിഷപ്പ് ദരിദ്രരോട് ഏറ്റവും കരുണയുള്ളവനായി. ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ മറ്റുള്ളവരോട് കരുണ കാണിക്കാനും കരുണയോടുകൂടി പെരുമാറുവാനും കരുണ കാണിച്ചുകൊണ്ട് അങ്ങേ സ്നേഹം പ്രകടിപ്പിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണം. കാരുണ്യവാനായ കർത്താവെ, ആത്മീയ ജീവിതം സമ്പത്തിലല്ല അധിഷ്ഠിതമായിരിക്കുന്നത്, അങ്ങയുടെ സ്നേഹത്തിലും കാരുണ്യത്തിലുമാണെന്ന് മനസ്സിലാക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം. ദരിദ്രരായ ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. കാരുണ്യവാനായ കർത്താവെ, ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ ബുദ്ധിമുട്ടുന്ന അതിദാരിദ്ര്യത്തിൽ കഴിയുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. നിന്റെ കരുണയും സ്നേഹവും പലപ്പോഴും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്ത് ദാരിദ്ര്യമില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും ഞങ്ങൾ അവരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇന്നിതാ
ദരിദ്രരോട് സ്നേഹം കാണിച്ച വിശുദ്ധ ലോറൻസിനെ പോലെ ഞങ്ങളും മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ കരുണ കാണിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം. അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് അങ്ങയുടെ സാമീപ്യവും സാന്നിധ്യം അവർക്ക് നൽകി അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഈ പ്രഭാതത്തിൽ നിങ്ങളെവരെ അനുഗ്രഹിക്കുകയും നന്മകളാൽ നിറയ്ക്കുകയും ചെയ്യട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.